5 വർഷം പ്രാണനെ പോലെ പ്രണയിച്ച പെൺകുട്ടി ചതിച്ചതോടെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ ഗുരുതര ആരോപണവുമായി സുഹൃത്തുക്കളും വീട്ടുകാരും രംഗത്തെത്തുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വഴുതൂരിലാണ് സംഭവം. ധനുച്ചവരം VTNSS കോളേജ് വിദ്യാർത്ഥി 23-കാരനെ മിഥുമോഹനാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രണയിച്ച പെൺകുട്ടി ചതിച്ചുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യക്കുറിപ്പ് എഴുതിവെച്ചതിന് പിന്നാലെ ജീവനൊടുക്കിയത്. ഇപ്പോൾ മിഥുമോഹന്റെ മരണത്തിൽ യുവതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് സുഹൃത്തുക്കളും വീട്ടുകാരും. ബാഡ്മിന്റണിലും ആർച്ചറിയിലും ദേശീയ തലത്തിൽ കഴിവ് തെളിയിച്ച യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി യുവതി പറ്റിച്ചെന്നും 3 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. യുവാവിന്റെ ആത്മഹത്യക്കുറിപ്പും മറ്റ് തെളിവുകളും ചേർത്ത് ബന്ധുക്കൾ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. പണത്തിന് പുറമെ മാല, ലാപ്ടോപ്പ്, ഐഫോൺ എന്നിവയടക്കം യുവതി വാങ്ങിയിരുന്നുവെന്നാണ് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നത്. PG വിദ്യാർത്ഥിയായിരുന്ന മിഥുവും പെൺകുട്ടിയും ഒരേ കോളേജിലായിരുന്നു പഠിച്ചത്. യുവാവുമായി 5 വർഷം പ്രണയത്തിലായിരുന്ന ഈ പെൺകുട്ടിക്കെതിരെ വീട്ടുകാർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. യുവാവിന്റെ ആത്മഹത്യക്കുറിപ്പിലും യുവതിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയുണ്ട്. എന്നെ 5 വർഷം സ്നേഹിച്ചു പറ്റിച്ചതിന് ദൈവം നിനക്ക് തരും. അശ്വതി അച്ചു പിടിച്ച് സ്നേഹമായി നീ ജീവിക്കുന്നത് മേളിലിരുന്ന് ഞാൻ കാണും. ഒരുപാട് കെഞ്ചിട്ടും കേണിട്ടും ഒരു പട്ടിയുടെ ജീവനുള്ള വില പോലും നീ എനിക്ക് തന്നില്ലടാ. ഒരുപാട് സ്നേഹിച്ചു പോയടാ നിന്നെ ഞാൻ. ആരും നല്ലതല്ലടാ. അർജുനൊന്നും ഒട്ടും ശരിയല്ല അശ്വതി അച്ചു. ഇപ്പോൾ മിഥു ശരിക്കും പോകുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛ, അമ്മ, എനിക്ക് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അശ്വതിയുമായി നിങ്ങളെല്ലാവർക്കും ഒപ്പം ഇപ്പോൾ അശ്വതിക്ക് എന്നെ വേണ്ട, എന്നോട് പോയി ചാവാനാണ് അവൾ പറഞ്ഞത്. ഞാൻ അവളെ ഇതുവരെ പറ്റിച്ചിട്ടില്ല. എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ് അമ്മേ. അനിയത്തിയെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടണം. എൻ്റെ ബൈക്കും ഫോണും അമ്മ ഉപയോഗിക്കണം. ബൈക്ക് വിറ്റ പൈസ അനിയത്തിയുടെ കല്യാണത്തിന് സ്വർണം 1 പവനെങ്കിലും എടുക്കാനാകും. നിങ്ങൾ ആരും തളരരുത്, ജീവിക്കണം നന്നായി. അശ്വതി എന്തിനാ എന്നെ ഇത്രയും വെറുത്തത് എന്നറിയില്ല. ഇന്ന് എന്നോട് പോയി മരിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മേ. അവളില്ലാതെ ജീവിക്കാൻ തോന്നുന്നില്ല. അശ്വതിയുടെ അമ്മ പറഞ്ഞു, ഞാൻ മാമിയോട് പറഞ്ഞത് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നീ ചത്താൽ നമുക്കൊന്നും ഇല്ല എന്ന്. അങ്ങനെയാണ് അമ്മേ ഞാൻ ഇന്നലെ കൈമുറിച്ചത്. അമ്മ അതിൽ ജിത്തു ചേട്ടനോട് പറയണം അവളെ ഒന്നും ചെയ്യരുതെന്ന്. അവൾ ജീവിക്കട്ടെ, ദൈവം അവൾക്കുള്ളത് കൊടുത്തേക്കും. എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കണം. ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്യുന്നില്ല, പോകുന്നു. എല്ലാവരോടും കൂടിയുള്ള ഒരു യാത്ര വാങ്ങലാണ് അമ്മ. പിന്നെ ക്ലബിൽ അവണാങ്കോട് ക്ലബ്ബ് വയ്ക്കാൻ സ്ഥലം കുറച്ച് ആവശ്യമായി വന്നാൽ നമ്മുടെ വസ്തു എവിടെയെങ്കിലും കുറച്ച് 2 സെന്റ് അവിടെ കൊടുക്കണം. എൻ്റെ കളിക്കുന്ന ബാറ്റൊന്നും എടുത്ത് എൻ്റെ കുഴിയിൽ കത്തിക്കരുത്. എല്ലാം ഗോവിന്ദനെ ഏൽപ്പിക്കണം. അവനോട് പറയണം അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ ജേഴ്സി എല്ലാം അവനെ ഏൽപ്പിക്കണം. ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് അമ്മയെ പോകുന്നേ എന്ന് നിങ്ങളുടെ സ്വന്തം അമ്പു. ഇതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ.